ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. മീഡിയൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. കാൽക്കുലേറ്റ് മീഡിയൻ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. ഇവിടെ വാല്യൂ, ഫ്രീക്വൻസി ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വാല്യൂ എല്ലാം കോപ്പി ചെയ്ത് എഴുതണം. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 കണ്ടോ. അങ്ങനെ എല്ലാ വാല്യൂസും നമ്മളിവിടെ കോപ്പി ചെയ്ത് എഴുതി. എല്ലാ വാല്യൂസും എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം ഫ്രീക്വൻസി എന്നുള്ള ആ ഒരു ബോക്സ് കണ്ടോ, മുകളിൽ നിന്ന് ഫ്രീക്വൻസി എല്ലാം കോപ്പി ചെയ്ത് എഴുതാം. 4, 12, 24 ഇതെല്ലാം കോപ്പി ചെയ്ത് എഴുതി. എന്നിട്ട് ആ ഫ്രീക്വൻസി എല്ലാം ടോട്ടൽ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ക്യാപിറ്റൽ N ഈക്വൽ ടു 125 എന്ന് എഴുതണം. കണ്ടോ, ഇവിടെ അതാണ് ചെയ്തേക്കുന്നത്. എല്ലാ ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്തു. അടുത്തത് ചെയ്യേണ്ടതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുന്നത്? ഫ്രീക്വൻസിയുടെ ആ നമ്പേഴ്സ് കൂട്ടി കൂട്ടി നമ്മൾ എഴുതണം. ആദ്യത്തെ ഫ്രീക്വൻസി 4 തന്നെ എടുത്ത് എഴുതി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടോ, ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ 4 ഫ്രീക്വൻസിയുടെ 4 തന്നെ എടുത്ത് നേരെ അങ്ങനെ തന്നെ എഴുതി. പിന്നെ ചെയ്യേണ്ട കാര്യം ആ 4നെ 12 അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി ആയിട്ട് കിടക്കുന്ന 12 ഇല്ലേ, അത് വെച്ച് കൂട്ടാം. അപ്പോൾ 12 + 4 ചെയ്താൽ എത്രയാണ്? 16 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് 16ൻ്റെ കൂടെ 24 കൂട്ടാം. അങ്ങനെ പിന്നെ 16 + 24 ആണ്. അപ്പോൾ എത്രയാണ്? 40. പിന്നെ ചെയ്യേണ്ടത് 40 + 36, അപ്പോൾ 76 കിട്ടി. അങ്ങനെ 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 ചെയ്ത് പോകണം. അതിനുശേഷം മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n/2th ഐറ്റം കണ്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മീഡിയൻ കാണാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം n കിട്ടിയിട്ടുണ്ടല്ലോ, n/2 ചെയ്യണം. n ഇവിടെ കിട്ടിയേക്കുന്നത് എത്രയാണ്? 125 ആണല്ലേ. അപ്പോൾ n/2th ഐറ്റം എന്ന് പറഞ്ഞാൽ 125/2th ഐറ്റം കണ്ടോ. അത് നോക്കിക്കേ, 125/2 ചെയ്യുമ്പോൾ 62.5 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ 62.5 ഏതിൻ്റെ അകത്ത് വരുന്നതെന്ന് നോക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിൻ്റെ അകത്താണ് 62.5 വരാൻ നോക്കുക. നോക്കുമ്പോൾ എത്രയാണ്? 40 കഴിഞ്ഞിട്ടാണ് എന്തായാലും 62 വരെ അല്ലേ. എന്നാൽ നോക്കിയേ, 76ൻ്റെ മുമ്പല്ലേ? അതെ. അപ്പം നമുക്ക് 76 എന്നുള്ളത് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 62.5 ഐറ്റം എന്ന് പറയുമ്പോൾ അത് 76 എന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുന്ന ആ ഒരു ക്ലാസ് ആണ് എടുക്കേണ്ടത്. അത് അണ്ടർലൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ക്ലാസ് എടുക്കണം, 30 to 40 എന്നുള്ള ക്ലാസ്. കാരണം നമ്മുടെ 62.5 എന്നുള്ള ആ ഒരു മീഡിയൻ 30 to 40 എന്നുള്ള ക്ലാസ് ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് വേണം. മീഡിയൻ ഈക്വൽ ടു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. L എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ക്ലാസ് ആണ്. അതായത് ക്ലാസ് ഇൻ്റർവെല്ലിലെ ലോവർ ക്ലാസ് ഏതാണ്? 30 to 40 ലോവർ ഏതാണ്? 30 പ്ലസ് n/2. n/2 എന്ന് പറഞ്ഞാൽ 62.5 എന്നുള്ള നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയില്ലേ, 125/2 ചെയ്തപ്പോൾ. അതെ, ആ ഒരു 62.5 എടുത്തു. മൈനസ് CF. ഇതാണ് എല്ലാവരും തെറ്റിക്കാറുള്ളത്. കാരണം എല്ലാവരും ചെയ്യണത് എന്താണ്? 30 to 40യുടെ നേരെ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു 76 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതും. അത് തെറ്റാണ്. അതല്ല എഴുതേണ്ടത്. 76ൻ്റെ മുകളിൽ കിടക്കുന്ന 40 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എഴുതേണ്ടത്. അത് എല്ലാവരും തെറ്റിക്കുന്നൊരു പോയിൻ്റാണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് ആ ഒരു അതിൻ്റെ നേരെ കാണുന്ന 76 എഴുതരുത്. അതിൻ്റെ മുകളിൽ കാണുന്ന 40 ആണ് എഴുതാൻ. ഓക്കെ, 40 എഴുതണം. അപ്പോൾ മൈനസ് CFൻ്റെ സ്ഥലത്ത് ആ ഒരു 40 എഴുതാം. ഇൻറ്റു I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ല്, അതാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ. എല്ലാം 10 അല്ലേ. 20 - 10 ചെയ്ത് നോക്കിയേ, 10 കിട്ടുക. 30 - 20 10 കണ്ടോ, അതാണ് ആ ഒരു I എന്ന് പറഞ്ഞാൽ. അപ്പോൾ I ഈക്വൽ ടു 10 ആണ്. ഇനി നമുക്ക് മീഡിയൻ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മീഡിയൻ ഈക്വൽ ടു 30 പ്ലസ് 62.5 അത് നമുക്ക് നേരത്തെ കിട്ടിയേക്കുന്ന n/2 ആണ്. മൈനസ് CF എത്രയാണ്? 76ൻ്റെ മുകളിലുള്ളത്. 76ൻ്റെ മുകളിലുള്ളത് എത്രയാണ്? 40. അത് എഴുതാം. ബൈ 36 ഇൻറ്റു 10. അപ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എല്ലാവരും കൂടി തെറ്റിക്കാറുള്ള അടുത്തൊരു സംഭവമാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ 30 എന്നുള്ളത് എഴുതാം. 30 പ്ലസ് പിന്നെ ചെയ്യേണ്ടത് എന്താണ്?
62 മൈനസ് 40 ചെയ്യുക. അതായത് 62.5 മൈനസ് 40 എത്രയാണെന്ന് ആദ്യം ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 10 ചെയ്യണം. 62 മൈനസ് 62.5 മൈനസ് 40 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ബൈ 36 ആണ് 6.25. ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്? 30 പ്ലസ് 6.25 ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? 36.25 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ആദ്യം ആ 30 പ്ലസ് എടുത്ത് എഴുതി, പിന്നെ ചെയ്യേണ്ടത് 62.5 മൈനസ് 40 ആണ്. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസറിനെ ആദ്യം ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസറിനെ ബൈ 36 ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറാണ് 6.25. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മാറ്റി വെച്ചതിന് 30 ഉണ്ടല്ലോ, അതും പ്ലസ് 6.25 ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയൻ ആൻസർ കിട്ടും 36.25. താങ്ക് യു.